തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. ഗുരുതരാവസ്ഥയിൽ രോഗിയുമായി എത്തിയപ്പോൾ ആശുപത്രി ഗേറ്റ് തുറന്നു നൽകിയില്ലെന്ന് പരാതി. ശ്വാസതടസ്സത്തെ തുടർന്ന് വിളപ്പിൽശാല കൊല്ലങ്കോണം സ്വദേശി ബിസ്മീർ മരിച്ചു. പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ലെന്നും പരാതി. ബന്ധുക്കൾ ഈ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതേസമയം ആശുപത്രി അധികൃതർ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. പ്രാഥമികമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് രമ അറിയിച്ചു. വിവരങ്ങളുമായി SP ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, അതീവ ഗുരുതരമായ ചികിത്സാ പിഴവാണ് ആരോപിക്കുന്നത്. എന്താണ് ബന്ധുക്കൾ പറയുന്നത്? നീലിമ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം വിളപ്പിശാല ഉണ്ടാകുന്നത്. തിരുവനന്തപുരം വിളപ്പിശാലയിലാണ് ബിസ്മീർ എന്ന് പറയുന്ന ഒരു യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിയത്. അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് കടക്കുന്നതിന് വേണ്ടി ആശുപത്രി ഗേറ്റ് പോലും തുറന്നു നൽകിയില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പക്ഷേ ഈ ആരോപണമെല്ലാം തികച്ചും നിഷേധിക്കുന്ന ഒരു നിഷേധിക്കുകയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ ചെയ്യുന്നത്. അവർ പറയുന്നത് അത്തരത്തിൽ യാതൊരുവിധ സംഭവവും നടന്നിട്ടില്ല, ഇദ്ദേഹത്തിന് ചികിത്സ നൽകിയിരുന്നു, പക്ഷെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്നാൽ ഈ ബന്ധുക്കൾ പറയുന്നത് കൃത്യമായ ചികിത്സ നൽകാത്തത് മൂലമാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. അതും ഇത്രയും കൂടുതൽ സമയം അദ്ദേഹത്തിന് ചികിത്സ നൽകാതെ അദ്ദേഹത്തെ കിടത്തിയിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചത് എന്നുള്ളൊരു ആരോപണവുമായിട്ടാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിലേക്ക് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് വീട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇതിനു മുമ്പും സമാന രീതിയിൽ വിളപ്പിശാല ആശുപത്രിക്കെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പരാതികളെല്ലാം തെറ്റായിരുന്നു അല്ലെങ്കിൽ ആ പരാതികൾ എല്ലാം തേഞ്ഞു മാഞ്ഞു പോയൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്ത് നടപടിയായിരിക്കും പോലീസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിനി നോക്കിക്കാണാനുള്ളത്. നീലിമ, ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.